നമസ്കാരം. ബി.ജെ.പി. നേതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനമായ ഓബായ് ഓസിയിലെ പണാഭരണ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ നിരവധി തെളിവുകൾ ലഭിച്ചുവെന്ന് കൃഷ്ണകുമാറും മകളും മാധ്യമങ്ങളോട് പറഞ്ഞു. ജീവനക്കാർ കസ്റ്റമേഴ്സുമായി നേരിട്ട് ഇടപാട് നടത്തിയിരുന്നതായി ജി കൃഷ്ണകുമാർ പറയുന്നു. വസ്തുക്കൾ വിറ്റ ശേഷം പണം ജീവനക്കാർ തന്നെ എടുത്തു. 1000-ഓളം ഇടപാടുകൾ ഇത്തരത്തിൽ നടത്തിയതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. ഒപ്പം എന്തുതരം രാഷ്ട്രീയമാണ് നിങ്ങളുടേതെങ്കിലും എന്നെ മാത്രം ഉപദ്രവിക്കൂ. രാഷ്ട്രീയമാണ് നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എന്നോട് പറയൂ. അല്ലാതെ എന്റെ കുട്ടികളെയും എന്റെ കുടുംബത്തെയും ഇതിലേക്ക് ദയവ് ചെയ്ത് വലിച്ചിഴക്കരുതെന്ന കേണപേക്ഷിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉച്ചയോടെ കൃഷ്ണകുമാർ എത്തിയത്. കള്ളം പറയുമ്പോഴാണ് മാറ്റി പറയേണ്ടി വരുന്നതെന്നും താനും ദിയയും എവിടെയും ഇരിക്കുന്ന അഹാനയും പറയുന്നത് ഒരേ കാര്യമാണെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു. അവർ പണം എടുത്തിട്ടുണ്ടെന്നും 69 ലക്ഷം രൂപയോളം നഷ്ടമായി എന്നാണ് മനസ്സിലാക്കുന്നതെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു. ഇതുകൂടാതെ കടയിലെ സ്റ്റോക്കുകളും കുറഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിൽ തൃപ്തരാണ്. ഞങ്ങൾ 1-ാം തീയതി പരാതി നൽകി. അതിനുശേഷമാണ് അവർ പരാതി നൽകിയത്. അവർ ഇപ്പോൾ എവിടെയാണ് എന്നറിയില്ല. അത് പ്രതികരിച്ചതിന് ശേഷം കണ്ടിട്ടും ഇവരിപ്പോൾ എവിടെയാണ് എന്നറിയില്ല. അന്ന് പ്രതികരിച്ചതിന് ശേഷം കണ്ടിട്ടില്ല. ആദ്യഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങൾ വാർത്തയുടെ സത്യാവസ്ഥ കണ്ടെത്താൻ സഹായിച്ചു. ഏതെങ്കിലും രാഷ്ട്രീയക്കാരനോ പാർട്ടിക്കോ ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഇടപെടരുത്. രാഷ്ട്രീയത്തെ വെച്ച് എന്നെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഇങ്ങനെയാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. എന്റെ കുടുംബത്തെ അതിൽ ചേർക്കരുത്. ഈ വിഷയത്തിൽ ഞാൻ രാഷ്ട്രീയം ഇടപെടുത്തിയിട്ടില്ല. ജാതി ഒന്നും ഇതിൽ ഇടപെടുത്തേണ്ട ആവശ്യമേ ഇല്ല. ഇതിന് പിന്നിൽ ആരോ ഉണ്ട്. ഇന്ന് CCTV ദൃശ്യങ്ങൾ കൂടി വന്നതോടെ വലിയ കള്ളം പൊളിഞ്ഞു. ഇവർ ഈ സമൂഹത്തിന് തന്നെ അപകടമാണ്. കൃത്യമായ ശിക്ഷ വാങ്ങി നൽകണമെന്നും കൃഷ്ണകുമാർ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ചോദിച്ചപ്പോൾ 500 രൂപയും 2000 രൂപ എടുത്തു എന്നൊക്കെയാണ് പറഞ്ഞതെന്നും ദിയ പ്രതികരിച്ചു. ഏപ്രിൽ വരെ ഞാൻ ഹോസ്പിറ്റലിലായതിനാൽ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇവരുടെ വിശ്വാസത്തിന്റെ പേരിലാണ് എനിക്ക് അബദ്ധം പറ്റിയതെന്നും ദിയ പറയുന്നു. അതേസമയം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ തന്നെ നടൻ കൃഷ്ണകുമാറും മകൾ ദിയയും മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തു എന്നാണ് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ നൽകിയ പരാതിന്മേൽ കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കവെയാണ് കൃഷ്ണകുമാറും മകൾ ദിയയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കും. അതേസമയം തന്നെ ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യങ്ങളെന്ന് നടൻ കൃഷ്ണകുമാറും മകൾ ദിയയും പ്രതികരിച്ചു. ജീവനക്കാരികൾ പറഞ്ഞ മുഴുവനും അവർക്കെതിരെ തിരിഞ്ഞുകുത്തുമെന്നും ഇവർ വ്യക്തമാക്കി. പണം അപഹരിച്ചവരുടെ ജീവിത സാഹചര്യം വരെ മാറി. കേസുമായി ബന്ധപ്പെട്ട ആരും രാഷ്ട്രീയം കലർത്തരുതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ചിലരൊക്കെ അതിന് ശ്രമിക്കുന്നുണ്ടെന്നും കൃഷ്ണകുമാർ വിമർശിച്ചു. നടൻ കൃഷ്ണകുമാറും മകൾ ദിയയും ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയെന്ന ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ പരാതി ശരിയല്ലെന്ന് കാണിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ജീവനക്കാരികളെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റുന്നതായി ദൃശ്യങ്ങളിലില്ല. ഒരു ജീവനക്കാരി സ്വന്തം സ്കൂട്ടറിലാണ് കാറിന് പിന്നാലെ പോകുന്നത്. ജീവനക്കാരികൾ പറഞ്ഞതെല്ലാം അവർക്ക് തന്നെ തിരിച്ചടിയാകുകയാണെന്നും കേസിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും കൃഷ്ണകുമാറും ദിയയും ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനത്തിൽ തന്നെ എല്ലാവരോടും കേണപേക്ഷിച്ച് പറയുന്നു.